ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് 3 ട്രാൻസ്ഫറുകളെ പറ്റിയാണ്. ഒന്നാമത്തത് എഡുബേഡിയ, ഗോകുലം കേരള FC-യിൽ കളിച്ച് വന്നിരുന്ന താരമാണ്. നമുക്കറിയാമല്ലോ, അദ്ദേഹം ISL-നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം പ്രത്യേകിച്ച് FC ഗോവയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള പ്ലെയറാണ്. ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ്. 34 വയസ്സുകാരനായിട്ടുള്ള സ്പാനിഷ് താരം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് സ്പാനിഷ് 4th ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ടൊറിലെവാഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളതാണ്. എനിവേ, അവരുടെ ആ ഒരു പൊസിഷനിൽ ഇപ്പം നിക്കോള എന്ന് പറഞ്ഞിട്ട് ഒരു സെർബിയൻ പ്ലെയറെ സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുഹമ്മദ് അനസിലൊക്കെ കളിച്ച് നല്ലൊരു പെർഫോമൻസ് നടത്തിയിട്ടുള്ള പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു എഡുബേഡിയയ്ക്ക് പകരം GKFC സൈൻ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ഒരു ഡിഫൻസീവ് എബിലിറ്റി ഉള്ള ഒരു DM ആയിട്ടും CB ആയിട്ടും ഒക്കെ ഒരേപോലെ കളിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറെ കൊണ്ടുവന്നാൽ ആ ഒരു വിദേശികളുടെ കാര്യത്തിൽ ഒരു ബാലൻസ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഓൾറെഡി അറ്റാക്കിങ്ങിൽ ജസ്റ്റിനും അതുപോലെ കൊമ്രോണും അലക്സും ഒക്കെ ഉണ്ട്. മിഡ്ഫീൽഡിൽ പറഞ്ഞ നിക്കോള വന്നു, സെൻട്രൽ ബാക്കിൽ ബോബയുണ്ട്. അപ്പം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നു. ഇനി 2 ലോൺ മൂവുകളാണ്. ഒന്ന് VP സുഹേർ എന്ന മലയാളി താരം. അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലാണെന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ നന്നായിട്ട് ഗെയിം ടൈമൊക്കെ കിട്ടി പെർഫോമും ചെയ്ത പ്ലെയറാണ്. പക്ഷേ ഇപ്പം നന്ദകുമാർ ശേഖർ വന്ന ശേഷം ആ ഒരു പൊസിഷനിൽ പിന്നെ അദ്ദേഹത്തിന് കളിക്കാനുള്ളൊരു ഇതില്ലാതെ പോയി. അദ്ദേഹം അറിയാം വിങ്ങിലും അതുപോലെ സെൻട്രൽ ഫോർവേഡായിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും കളിക്കുന്ന പ്ലെയറാണ്. ജംഷഡ്പൂർ FC-യിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ലോൺ മൂവ് നടത്തിയിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഖാലിദ് ജമീൽ ഇങ്ങനത്തെയൊക്കെ പ്ലെയേഴ്സിനെയൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിവുള്ള പ്ലെയറാണ്, ഒരു കോച്ചാണ്. സോ സെക്കൻഡ് സ്ട്രൈക്കർ റോളിലും അല്ലെങ്കിൽ ഒരു വിങ് റോളിലും ഒക്കെ കളിക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പൊസിഷൻസിൽ അദ്ദേഹത്തെ ഉറപ്പായിട്ടും ഖാലിദ് ജമീൽ യൂസ് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് മുഹമ്മദ് യാസിർ അറിയാൻ നല്ലൊരു പ്ലെയറാണ്. അദ്ദേഹം ഹൈദരാബാദ് FC-യിലാണ് കളിച്ചു വന്നുകൊണ്ടിരുന്നത്. വിങ്ങറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും കളിച്ചു വന്ന താരമാണ്. അദ്ദേഹം ഗോവയിലേക്കാണ് ഒരു ലോൺ മൂവിൽ പോകുന്നത്. ഇപ്പം യാസറിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു ലൈം ലൈറ്റിലോട്ട് വരുന്നത് തന്നെ ഹൈദരാബാദ് FC-യിൽ നിന്നാണ്. പ്രത്യേകിച്ച് മനോലയുടെ അണ്ടറിൽ ആണ് എന്നുള്ളതാണ്. അതിൽ മനോലയായിട്ട് വീണ്ടും റീജോയിൻ ചെയ്യുന്നു എന്നുള്ളതൊരു കാര്യമാണ്. മാത്രമല്ല അദ്ദേഹം FC ഗോവയിൽ മുമ്പ് റിസർവ് സൈഡിലൊക്കെ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. ഏതായാലും ഇനി വിങ്ങിൽ ഉദാന്തയ്ക്ക് ഒരു നല്ല ചലഞ്ചാകും. ഉദാന്തയേക്കാൾ ഒരു പക്ഷേ കോച്ച് യാസിറിനെ പ്രിഫർ ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഉദാന്ത ഇപ്പോൾ അറിയാലോ, കുറച്ചൊന്ന് മങ്ങി നിൽക്കുന്നൊരു സാഹചര്യം ഒക്കെ തന്നെയാണുള്ളത്. അപ്പം കോച്ച് യാസിറിനെ പരിഗണിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഒരു മൂവ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാസിറിൻ്റെ ഒരു റേസിൽ അതായത് KBFC-ക്കും അല്ലെങ്കിൽ ഒഡീഷ FC-ക്കൊക്കെ ഒരു ട്രൈ ചെയ്യാനുള്ള സാധ്യതകൾ എന്നൊക്കെയുള്ളൊരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. സത്യം അങ്ങനല്ല. കാരണം KBFC-ക്ക് ആ ഒരു വിങ്ങിലൊരു പ്ലെയർ വന്നാൽ നന്നായിരുന്നതെന്നൊക്കെ, അതുപോലെ തന്നെ ഒഡീഷയ്ക്ക് ഒരു റൈറ്റ് വിങ്ങറെ കിട്ടിയാൽ ഇതാകുന്നു. പക്ഷേ മനോല മാറ്റേഴ്സ് ആയിരിക്കും അദ്ദേഹം ചിലപ്പം ഗോവയിലേക്കുള്ളൊരു മൂവിനൊരു കാരണമായത്. പിന്നെ HFC-യുടെ അറിയാലോ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ, അതാണ് ഇങ്ങനെ വിഘ്നേഷും പോയി അതിന് പിന്നാലെ ഇപ്പോൾ യാസറും പോകുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതൊക്കെയാണ് ട്രാൻസ്ഫേഴ്സ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ്റ്റ് ചെയ്യാൻ വരികയാണ്. പക്ഷേ സൈനിങ് ഓഫ്.